നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്കൊരാവശ്യം വന്നു. അതിന് പറ്റിയ ഒരുത്തനുമായി നമ്മൾ കൈകൊടുത്തു. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധം ഉണ്ടാവരുത്. ഞാൻ നകുലിന്റെ കാര്യമാണ് പറയുന്നേ. അത് കഴിഞ്ഞാ പിന്നെ നമുക്കെന്തിനാ അവനുമായി ബന്ധം? നമുക്ക് ആവശ്യമില്ല, പക്ഷെ അവന് ആവശ്യമുണ്ടാവും. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? നീ തന്നെയല്ലേ പറഞ്ഞത് അവന് പെൺകുട്ടികളെ വിൽക്കുന്ന ഏർപ്പാടുണ്ടെന്ന്? അതെ. അവൻ നിന്നെ കൊണ്ടുപോയാലോ? അങ്ങനെ ചെയ്യൂ? നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവനെന്തിനാ ഗംഗയെ വെക്കുന്നേ? കാശ് കിട്ടാൻ. അതാണ് അവന് വേണ്ടത്. പണമാണ്. അത് കിട്ടാനായിട്ട് അവൻ എന്തും ചെയ്യും. ഇന്ന് ഗംഗയെ വിറ്റാൽ നാളെ അവന് വിൽക്കാൻ ആളെ കിട്ടാതെ വന്നാൽ അവൻ നിന്നെ വിൽക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ട. ഇല്ലമ്മേ, ഈ ഇടപാട് കഴിഞ്ഞാ അവനുമായിട്ട് ഒരു ബന്ധവും നമുക്കുണ്ടാവില്ല. പിന്നെ അവന്റെ രീതികളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ സൂക്ഷിക്കണം. അവൻ എന്തെങ്കിലും തെറ്റുപറ്റിയാ നമ്മളും ഇതിൽ കുടുങ്ങും. ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെന്നെ പേടിപ്പിക്കാതിരുന്നാ മതി. എനിക്ക് പേടിയുള്ളോണ്ടാ ഞാൻ നിന്നോട് പറയുന്നേ. മനസ്സിലായി. നമുക്ക് നോക്കിയും കണ്ടുമൊക്കെ മുന്നോട്ട് നീങ്ങാം. അതേ ഇനി ചെയ്യാനുള്ളൂ. ഗംഗ ഉറപ്പായി ഇവിടുന്ന് പോവല്ലേ? പോയല്ലേ പറ്റുമോളെ. ഗംഗക്ക് എന്താ ഇവിടെ തന്നെ നിന്നാൽ? ഞാൻ പറഞ്ഞതല്ലേ ഈ കല്യാണം കഴിക്കണ്ടെന്ന്. എന്റെ മാളുന്റെ കൂടെ നിൽക്കാൻ തന്നെയാ എനിക്കും ആഗ്രഹം. പക്ഷെ വിധി അതല്ലല്ലോ. ഞാനിവിടെ നിന്ന് പോയാലും മോളും മിടുക്കി കുട്ടിയായിട്ടിരിക്കണം. അച്ഛനെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? ശ്രേയയുടെയും മഹിയുടെയും വിവാഹം മുടക്കിയതുപോലെ ശ്രീ മഹേശ്വരൻ ഗംഗയുടെ കല്യാണവും മുടക്കോ? അറിയില്ല മാളു. നമ്മുടെ സങ്കടങ്ങളെല്ലാം ശ്രീ മഹേശ്വരൻ കാണുന്നുണ്ടല്ലോ. അപ്പോ ഭഗവാന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്താ മഹേട്ടാ? ഞാൻ മാളുവിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാ. വേണ്ട, ഞാൻ വരില്ല. എനിക്ക് ഗംഗയുടെ കൂടെ കിടന്നാ മതി. അത് വേണ്ട മോളെ. ഇനി മുതല് മോൾക്ക് അച്ഛന്റെ കൂടെ കിടക്കാം. എന്താ മഹേട്ടാ? മാളു എന്റെ കൂടെയല്ലേ കിടക്കാറ്? പിന്നെന്താ ഇപ്പോ? അതിനെ അധികം നാളെ പറ്റില്ലല്ലോ. അപ്പോ ഇപ്പോഴേ മാറിക്കിടന്ന് ശീലിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ മാളുവിനത് കൂടുതൽ സങ്കടം ഉണ്ടാക്കും. ഇല്ല അച്ഛാ, എനിക്ക് ഗംഗയുടെ കൂടെ കിടന്നാ മതി. ഇനി എനിക്ക് എത്ര നാൾ ഇങ്ങനെ ഗംഗയുടെ കൂടെ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോട്ടെ. ശരി, മോളുടെ ഇഷ്ടം. ഗംഗ, എന്റെ മകൾക്ക് അമ്മയായി വരേണ്ടത് ഗംഗയാ. ഗംഗയെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് വിധേനയും ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കും. ഈ നകുലും എടുക്കാനാണെങ്കിലേ
നമുക്ക് മാളുവിനെ നകുലിന് തന്നെ കൊടുക്കാം. അവ സ്വദേശത്തോ വിദേശത്തോ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊടുത്ത് കാശ് വാങ്ങിച്ചോളൂ. നീ എന്റെ മോളെ കുറിച്ച് എന്താണ് ഈ പറഞ്ഞത്? അയ്യോ അമ്മേ, അയ്യോ അമ്മേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് വരണേ, എന്ന് കൊരയാതെ എന്നെ വന്ന് രക്ഷിക്കണേ. എന്റെ മോതിരൂരി എനിക്ക് താടി, മോതിരൂരി അവൾ എന്നെ കൊല്ലും അമ്മേ. അയ്യോ അയ്യോ, എന്റെ അമ്മയെ പിശാച് പിടിച്ചേ, എന്നെ ഒന്നും ചെയ്യില്ലേ, ഇനി ഒന്നും പറയില്ല, എന്നെ കൊല്ലല്ലേ ഗൗരി, എന്റെ അമ്മയുടെ പ്രേതമേ. അങ്ങനെ പറഞ്ഞ അവളെ ദേഷ്യം പിടിപ്പിക്കില്ലേ, നല്ല വാക്ക് പറഞ്ഞ് എന്നെ രക്ഷിക്കടി, എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഇവിടെ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, എന്തു പറ്റമ്മേ, എഴുന്നേക്ക്. അയ്യോ അയ്യോ, എന്താ എന്താ പറ്റിയേ? അവളെ നാത്തൂനെ എന്നെ കൊല്ലാൻ നോക്കി. ആര്? ഗൗരിയാ. അവളുടെ പ്രേതം അമ്മ ഏറിയാക്കി. ദേ ആന്റി വന്നപ്പോഴേ അമ്മയെ താഴെ ഇറക്കിയത്. എന്റെ കയ്യിൽ മോതിരം ഉള്ളത് കൊണ്ടായിരിക്കും എന്നെ ഒന്നും ചെയ്തില്ല. എന്നെ കൊല്ലാൻ നോക്കിയപ്പോ ഈ മോതിരം ഇത്തിരി നേരത്തേക്കൊന്ന് തരാൻ തോന്നിയില്ലല്ലോ. ഞാൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ സ്വന്തം അമ്മയല്ലേടി. അമ്മേ, ഞാൻ ഇത് ഊരിയ അപ്പൊ അവൾ എന്നെ തൂക്കി തറയിലടിക്കും, അത് ഉറപ്പാ. ഇനി പൗർണമി വരെ നോക്കിയിരിക്കുന്നത് മണ്ടത്തരോ. ഞാൻ ഇന്ന് തന്നെ പോയി ഗുരുവമ്മയെ കണ്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യിപ്പിക്കാൻ നോക്കാം. ഇനി നിങ്ങളാരും പോകണ്ട, ഞാൻ ഗുരുവമ്മയെ പോയി കാണാം. ഈ വീട്ടിൽ നിന്ന് ഗൗരിയുടെ ദുരാത്മാവിനെ ഒഴിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഗുരുവമ്മ നേരിട്ടെത്തി ഇവിടെ വന്ന് പൂജ ചെയ്യാന്ന് പറഞ്ഞതല്ലേ, ഞാൻ തന്നെ നേരിട്ട് ചെന്ന് ഗുരുവമ്മയെ ക്ഷണിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.